ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഓൺടർപ്രണറും അല്ലെങ്കിൽ എസ്പെഷ്യലി എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഒരു കൂട്ടം യുവാക്കളെ ബിസിനസ്സിന് വേണ്ടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പരിശീലിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൽ നിന്നും കേട്ടിട്ട് അല്ലെങ്കിൽ കർത്താവിൽ നിന്നും കേട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് മഹത്തായ വ്യക്തിത്വങ്ങൾ അതിലുണ്ട്. പക്ഷെ ഇവരെല്ലാം കോമൺ ആയിട്ടുള്ള ഗുണം എന്താണ്? അവരെല്ലാം ദൈവത്തിൽ നിന്നും കേട്ട് ചെയ്ത്. ഇവൻ യേശു പോലും പിതാവിൽ നിന്ന് കേട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്ത് ചെയ്യുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചു, ആ സ്വരം കേട്ടിട്ടാണ് ചെയ്തത്. നോഹ ആയിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, അബ്രഹാം ആയിക്കോട്ടെ, ഇസഹാക്ക് ആയിക്കോട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, ഇനി പുതിയ വരുമ്പോൾ നമ്മുടെ അപ്പസ്തോലന്മാരായിക്കോട്ടെ, പൗലോസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ദൈവത്തിൽ നിന്ന് കേട്ടാണ് അവരുടെ ആ വിഷൻ അല്ലെങ്കിൽ അവരുടെ മിഷൻ അവർ കംപ്ലീറ്റ് ചെയ്തത്. ആ ഇടപെടിയിൽ അവർക്ക് ദൈവത്തിൽ നേരിട്ടുണ്ടായിട്ടുണ്ട്, പ്രവാചകൻ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്, ദൂതന്മാർ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഓൺടർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണെങ്കിൽ നിങ്ങളുടെ തുടക്കം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആർജിക്കേണ്ട ഒരു ഗുണമാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കും. എത്ര ഉയരത്തിലേക്ക് പോകാനും അത് നിങ്ങളെ സഹായിക്കും. ഇനി എത്ര വലിയ ചലഞ്ചസ് നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേൾക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രതിവിധി ആ പ്രശ്നത്തിലുണ്ടാകും. നിങ്ങളുടെ സ്ഥാപനം ഒരിക്കലും തകരത്തില്ല, അത് നാൾക്ക് നാൾ വളർന്നുകൊണ്ടേയിരിക്കും. സോ ഈ ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ദൈവത്തിൽ നിന്ന് കേട്ട് മൂവ് ചെയ്യാനുള്ളൊരു ശീലം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ.